എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇന്ന് വീട്ടിൽ പോകുന്ന ദിവസമാണ്. 2 ആഴ്ചയായി ഗൈസ് സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയിട്ട്. എന്തൊക്കെയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചില വീട്ടിൽ എപ്പോഴും അടിയൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാൽ തന്നെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു സുഖം അതൊരു പ്രത്യേകത തന്നെ. അതും ഇടയ്ക്ക് പോയി നിൽക്കുമ്പോഴുള്ള സുഖം ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ എപ്പോഴും. ഞാൻ രാവിലെ തന്നെ സന്തോഷത്തോടെ തന്നെ ഇറങ്ങിയത്. ഹോസ്പിറ്റലിൽ പോയിട്ട് വൈകിട്ട് വീട്ടിൽ പോകുന്നുള്ള ഒരു ഹാപ്പിനെസ് മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ ഇന്ന് നടന്നും കൂടെ പോകണം കേട്ടോ. ബാഗിൽ നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പം ക്ലാസ് കഴിഞ്ഞതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത് ഒരു പതിവാണിപ്പോൾ ആഴ്ചയിൽ പോവുകയാണെങ്കിൽ. അപ്പം കുറച്ച് വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ക്ഷീണിച്ച് തന്നെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ ശരിക്കും മടുത്താണ് എത്തിയത് ഇന്നത്തെ. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് കൃത്യസമയത്ത് ഇറങ്ങി കേട്ടോ. കൃത്യസമയത്ത് നമുക്ക് ബസ്സും കിട്ടി. നല്ല മഴയുണ്ടായിരുന്നു. അത് പോകുന്ന വഴി സീറ്റ് ഫ്രണ്ടിലാണ് കിട്ടിയതുകൊണ്ട് മഴയൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ ട്രെയിൻ ഏറ്റവും പുറകിലാണ് നമുക്ക് ജനറൽ സീറ്റ് ഉണ്ടാവുക. ഈ ട്രെയിന് 3:20 ട്രെയിനാണ് പോകുന്നത്. അപ്പം ഓടി പിടിച്ചാൽ എത്തിയത് 3:10 ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ. പിന്നെ ഭാഗ്യത്തിന് സീറ്റൊക്കെ കിട്ടി. ട്രെയിൻ എടുത്തു. വീട്ടിൽ പോകുന്നത് സന്തോഷം തന്നെ എനിക്ക് ഏറ്റവും കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അതൊരു പ്രത്യേക ഒരു സന്തോഷം തന്നെ ആയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും. കാര്യം 2 ആഴ്ച ഹോസ്റ്റലിൽ തന്നെ നിന്നിട്ട് വീട്ടിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അത് അങ്ങനെ നിന്നിട്ടുള്ളവർക്ക് ഇല്ലെങ്കിൽ പോയിട്ടുള്ളവർക്കാണ് അതിൻ്റെ ഇത് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുക കേട്ടോ. അങ്ങനെ ട്രെയിൻ എടുത്തു. പിന്നെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ട്രെയിനിൽ പോകുമ്പോൾ ഉള്ള സീനറീസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ഷീണമുള്ളപ്പോൾ ഞാൻ ഉറങ്ങാറുണ്ട്. തന്നെ പിന്നെയും കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ചിലപ്പോൾ ഉറങ്ങാറുണ്ടെങ്കിൽ തന്നെ എനിക്കങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് തോന്നലുണ്ട്. ഒരു സന്തോഷവും ഒരു റിലാക്സേഷനൊക്കെ തോന്നുന്ന ഒരു ഇതാണ് നമ്മൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള സീനറീസ് കേട്ടോ. ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഉണ്ടെങ്കിലും ചിലപ്പോൾ കിടന്നുറങ്ങുക അങ്ങനത്തെ ഹോബികളാണ് എനിക്ക് മെയിൻലി ഉണ്ടാവാറുള്ളത്. എപ്പോഴും പുറത്തേക്ക് നോക്കിയൊന്നും ഇരിക്കില്ല. ചില ദിവസങ്ങളിൽ ഭയങ്കര ക്ഷീണമായിരിക്കും. അങ്ങനെ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുക കേട്ടോ. ബാക്കി വീട്ടിലെത്തുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. എല്ലാം സ്പീഡിൽ നടന്നുകൊണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ.